السلام عليكم ورحمة الله تعالى وبركاته. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين. اللهم صل على سيدنا محمد وعلى آل سيدنا محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. ബഹുമാനം നിറഞ്ഞ മുഅ്മിനീങ്ങളെ, അൽ മഹ്ദറത്തുൽ ജലാലിയ ദർസ് പൂർവ്വ വിദ്യാർത്ഥി സംഘടന ജലാലീസ് അസോസിയേഷൻ നടത്തുന്ന റബീ ക്യാമ്പയിൻ അതിൻ്റെ ഭാഗമായി നടത്തപ്പെടുന്ന മങ്കൂസ് മൗലിദ് ആശയ പഠനത്തിൻ്റെ 7ാമത്തെ ക്ലാസ്സിലാണ് നാം ഉള്ളത്. അള്ളാഹു നമ്മിൽ നിന്ന് കബൂൽ ചെയ്യുമാറാവട്ടെ. ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സ്നേഹിക്കാനും അവിടുത്തെ അനുഭവിക്കാനും നാളെ അവിടത്തോടുകൂടെ ജന്നാത്തുൽ ഫിർദൗസിൽ ഒരുമിച്ച് കൂടാനും അള്ളാഹു നമുക്ക് തൗഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ എന്ന് ആമുഖമായി ദുആ ചെയ്യുകയാണ്. സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അള്ളാഹുവിൻ്റെ രക്ഷയും അള്ളാഹുവിൻ്റെ സ്വലാത്തും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കുടുംബത്തിൻ്റെ മേലിലും അവിടുത്തെ അസ്ഹാബുൽ കിറാമിൻ്റെ മേലിലും ഉണ്ടാവട്ടെ. സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജനനവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പറയുന്ന സമയത്ത് മഹാന്മാരായ നമ്മുടെ മുൻഗാമികളൊക്കെ അതിനെ ആദരിച്ചുകൊണ്ട് ബഹുമാനിച്ചുകൊണ്ട് എഴുന്നേറ്റ് നിന്നിരുന്നു എന്ന് നമുക്ക് കിതാബുകളിലൂടെ കാണാൻ കഴിയും. മഹാനായ താജുദ്ദീൻ സുബക്കി റഹ്മഹുമുല്ലാഹ് അദ്ദേഹത്തിൻ്റെ അടുക്കൽ വെച്ചുകൊണ്ട് ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജനനവുമായി ബന്ധപ്പെട്ട ഏതാനും ചില കവിതകൾ പാടിയ സമയത്ത് മഹാൻ അതിനെ ബഹുമാനിച്ചുകൊണ്ട് എഴുന്നേറ്റ് നിന്നു. നമ്മുടെ മുൻഗാമികളായ നമ്മുടെ പൂർവ്വസൂരികളായ മഹാന്മാരൊക്കെ അവരുടെ ഈ ഒരു സന്ദർഭങ്ങളിലും ഇതേപോലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജനനവുമായി ബന്ധപ്പെട്ട അശറക്ക ബൈത്ത് പോലത്തെ തുടങ്ങിയ ബൈത്തുകളും ഗദ്യങ്ങളൊക്കെ പറയുന്ന സമയത്ത് എഴുന്നേറ്റ് നിന്നു. അതൊക്കെ ഒരു ബിദ്അത്ത് ഹസനയാണ്. അതൊക്കെ ഒരു സ്നേഹത്തിൻ്റെ ഭാഗമാണ്. സ്നേഹം എന്ന് പറഞ്ഞാൽ അത് ഏത് രീതിയിലാണ് പ്രകടിപ്പിക്കേണ്ടത് എന്ന് ഒരാൾക്ക് വിശദീകരിച്ച് പറഞ്ഞു കൊടുക്കാൻ കഴിയാത്ത ഒരു സംഭവമാണ് സ്നേഹം. മഹാന്മാരായ സ്വഹാബ കിറാമിൻ്റെ ചരിത്രം നമുക്കറിയാം. അവർ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് പ്രയാസം അനുഭവിക്കുമ്പോൾ അതേപോലത്തെ പ്രയാസം അല്ലെങ്കിൽ ഒരു പരിക്ക് പറ്റുമ്പോൾ അതേപോലത്തെ പരിക്കുകൾ സ്വന്തം ദേഹത്തിൽ പരിക്കേൽപ്പിച്ചിരുന്നു. സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വഫാത്തായി എന്നറിഞ്ഞ സമയത്ത് കണ്ണിന് കാഴ്ച നഷ്ടപ്പെടാൻ വേണ്ടി ദുആ ചെയ്ത സഹാബികളുണ്ടായിരുന്നു. അങ്ങനെയൊക്കെ ചെയ്യാൻ പറ്റുമോ? സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വഫാത്തായപ്പോൾ നാട് വിട്ടു പോയ സ്വഹാബികളുണ്ടായിരുന്നു. മദീനയിൽ നിന്ന് രക്ഷപ്പെട്ടാൽ ജീവിതം രക്ഷപ്പെടുമെന്ന് ഉറപ്പായിട്ടും മദീന വിട്ടു പോവാത്ത സഹാബിമാരുണ്ടായിരുന്നു. ഇതൊക്കെ സ്നേഹത്തിൻ്റെ ഭാഗമാണ്. ഇതിൻ്റെയൊക്കെ വിധി എന്തെന്ന് ചോദിച്ചാൽ അതിൻ്റെ വിധിയിലേക്ക് പോകുന്നതിനപ്പുറം അതൊക്കെ ഒരു മഹബത്തിൻ്റെ ഭാഗമാണെന്ന് തിരിച്ചറിഞ്ഞാൽ ഇതിൽ നിന്നൊന്നും ഒരു ചോദ്യമോ അല്ലെങ്കിൽ ഒരു സംശയമോ പ്രകടിപ്പിക്കേണ്ട ആവശ്യമുണ്ടാവുകയില്ല. അപ്പോൾ ഹബീബിന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതവുമായി പ്രസവവുമായി ബന്ധപ്പെട്ട അവിടുത്തെ ജനനവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പറയുമ്പോൾ എഴുന്നേറ്റ് നിൽക്കൽ അതൊരു സ്നേഹത്തിൻ്റെ ഭാഗമാണ്. അത് നല്ല കാര്യമാണ് എന്ന് ഈ ഒരു സാഹചര്യത്തിൽ ഉണർത്തുകയാണ്. ഇൻഷാ അല്ലാഹ് അടുത്തതായി നമുക്കതിൻ്റെ ബൈത്താണ് പറയാനുള്ളത്. അത് അടുത്ത ക്ലാസ്സിൽ നമുക്ക് വിശദീകരിക്കാം. നാം പറഞ്ഞതും കേട്ടതും സ്വാലിഹായ സൽക്കർമ്മമായി അല്ലാഹു നമ്മിൽ നിന്ന് കബൂൽ ചെയ്യുമാറാവട്ടെ. ഹബീബുന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവിടെ നമ്മോട് കൽപ്പിച്ച കാര്യങ്ങൾ, അവിടെ നമ്മോട് ചെയ്യാൻ നിർദ്ദേശിച്ച കാര്യങ്ങൾ അത് പൂർണ്ണമായി അനുസരിക്കാനും ഹബീബുന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിലേക്ക് അടുക്കാനുമുള്ള ഒരു കാരണമായി ഈ ഒരു സംസാരത്തെയും ഈ ഒരു സമയത്തെയും ഈ സമയം ചെലവഴിക്കലിനേക്ക് അള്ളാഹു മാറ്റുമാറാവട്ടെ. ഖൈറിനുള്ള തൗഫീഖുകൾ എമ്പാടും അള്ളാഹു നൽകിയ നമുക്ക് അനുഗ്രഹിക്കുമാറാവട്ടെ. റബ്ബന ആതിനാ ഫിദ്ദുനിയ ഹസനത്തൻ വഫിൽ ആഖിറതി ഹസനത്തൻ വഖിനാ അദാബന്നാർ. വആഖിറു ദഅവാനാ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജനനത്തിന് കാരണമായ മഹാനായ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഉപ്പ അബ്ദുള്ള റളിയല്ലാഹു അൻഹുവിൽ നിന്നും ആമിനാർ ബീവി റളിയല്ലാഹു അൻഹയിലേക്ക് തൻ്റെ നുത്ഫത്ത് ആ നൂറ് കൈമാറിയ സന്ദർഭത്തിലുണ്ടായ ഒരുപാട് കാര്യങ്ങളെക്കുറിച്ചാണ് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞിരുന്നത്. ഇൻഷാ അല്ലാഹ് ഈ ക്ലാസ്സിൽ ഈ ബാക്കി ഭാഗത്ത് നമുക്ക് പറയാനുള്ളത് സൈനുദ്ദീൻ മഖ്ദൂം തങ്ങൾ റഹ്മഹുല്ലാഹ് രേഖപ്പെടുത്തി വച്ചിരിക്കുന്നത് പ്രസവ സമയത്തുണ്ടായ ഒരുപാട് കാര്യങ്ങളാണ്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ثم لما جاء وقت الولادة وخرج منصور السعادة وجد بآمنة رضي الله عنها أمر الولادة. ثم لما جاء وقت الولادة
അങ്ങനെ പ്രസവത്തിൻ്റെ സമയം വന്നപ്പോൾ ഓരോ മാസവും ഓരോ നബിമാരും ഓരോ മലക്കുകളൊക്കെ മഹദിയായ ആമിന ഉമ്മ റളിയല്ലാഹു അൻഹയുടെ അടുക്കൽ വരികയും ഒരുപാട് സന്തോഷ വാർത്ത അറിയിക്കുകയും ചെയ്തു. ഒരു സാധാരണ സ്ത്രീ അവരുടെ ഗർഭകാലഘട്ടത്തിലുണ്ടാവുന്ന യാതൊരു പ്രയാസവും മഹദി അനുഭവിക്കേണ്ടി വന്നിട്ടില്ല. വളരെ സന്തോഷത്തോടു കൂടെയുള്ള ഒരുപാട് ദിവസങ്ങളായിരുന്നു കഴിഞ്ഞു പോയിരുന്നത്. തൻ്റെ കൂട്ടിന് മലക്കുകളും അതേപോലെ മുൻകഴിഞ്ഞ അമ്പിയാക്കളും അതേപോലെ മഹദികളായ സ്ത്രീകളൊക്കെ സ്വപ്നത്തിലും അല്ലാതെയും ഒക്കെയായി മഹദിയുടെ അടുക്കൽ വരികയും ആശ്വസിപ്പിക്കുകയും സന്തോഷ വാർത്ത അറിയിക്കുകയും താൻ ഗർഭം ചുമന്നിരിക്കുന്നത് സയ്യിദുൽ ഖൗനൈൻ, കൗനൈൻ, സയ്യിദുൽ സക്കലൈൻ, അതായത് ജിന്നിൻ്റെയും ഇൻസിൻ്റെയും നേതാവായ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെയാണ് എന്നൊക്കെ സന്തോഷ വാർത്ത അറിയിക്കുകയും ചെയ്തു. അതിനുശേഷം പ്രസവ സമയം അടുത്തപ്പോൾ ലമ്മാ ജാഅ വഖ്തുൽ വിലാദ, പ്രസവത്തിൻ്റെ സമയം അടുത്തു വന്നു. വഖറജ മൻസൂറു സആദ, വിജയത്തിൻ്റെ വിളംബരം ഉറപ്പാവുകയും ചെയ്തപ്പോൾ വജദ്ദ ബി ആമിനത റളിയല്ലാഹു അൻഹ അംറുൽ വിലാദ, വജദ്ദ ബി ആമിനത റളിയല്ലാഹു അൻഹ അംറുൽ വിലാദ, പ്രസവത്തിൻ്റെ കാര്യം മഹദിയായ ആമിന റളിയല്ലാഹു അൻഹയ്ക്ക് ഉറപ്പാവുകയും ചെയ്തപ്പോൾ അങ്ങനെ വഹാന ബുറൂസ് ശംസ് സആദ, വിജയത്തിൻ്റെ സൂര്യൻ പ്രത്യക്ഷപ്പെടാൻ സമയമാവുകയും ചെയ്തപ്പോൾ വഹാന ബുറൂസ് ശംസ് സആദ, വിജയത്തിൻ്റെ സൂര്യൻ പ്രത്യക്ഷപ്പെടാൻ സമയമാവുകയും ചെയ്തപ്പോൾ തലഅലു അൽ ഹഖു നൂറ, തലഅലു അൽ ഹഖു നൂറൻ അലാ, തലഅലു അൽ ഹഖു യാഥാർത്ഥ്യം സത്യം ലംഘിമറിഞ്ഞു, നൂറൻ അലാ തിളക്കമാർന്ന പ്രകാശത്താൽ. അപ്പോൾ തിളക്കമാർന്ന പ്രകാശത്താൽ സത്യം ലംഘിമറയുകയുണ്ടായി. വനുശിറത്ത് ലഹു ഫിൽ കൗനി അലാമിർ റിള, വനുശിറത്ത് ലഹു അത് കാരണത്താൽ ഉയർത്തപ്പെട്ടു, ഫിൽ കൗനി പ്രപഞ്ചത്തിൽ അലാമിർ റിള പ്രതീക്ഷയുടെ തൃപ്തിയുടെ കൊടി അത് കാരണത്താൽ ഉയർത്തപ്പെട്ടു. വനുശിറത്ത് ലഹു ഫിൽ കൗനി പ്രപഞ്ചത്തിൽ അത് കാരണത്താൽ ഉയർത്തപ്പെട്ടു, അയലാമറ്റുള്ള തൃപ്തിയുടെ കൊടിയെ നാട്ടപ്പെടുകയുണ്ടായി. വഇദാ ബിത്വാഇരിൻ അബിയല്ല ഖദ് സകത മിനൽ ഹവ, വൈദൻ ആ സമയത്ത് ബിത്വാഇരിൻ അബിയല്ല ഒരു വെളുത്ത നിറത്തിലുള്ള പക്ഷി ഖസ്സക്കത മിനൽ ഹവ അത് അന്തരീക്ഷത്തിൽ നിന്ന് പ്രത്യക്ഷപ്പെടുകയുണ്ടായി, അല്ലെങ്കിൽ താഴോട്ട് വരികയുണ്ടായി. അപ്പോൾ ഒരു വെളുത്ത പക്ഷി അന്തരീക്ഷത്തിൽ നിന്ന് കാണാൻ നല്ല രസമുള്ള വെളുത്ത കളറുള്ള നല്ലൊരു വെളുത്ത കളറ് എന്ന് പറഞ്ഞാൽ തന്നെ ഒരു സന്തോഷത്തിൻ്റെ ഒരു അടയാളമാണ്, ഒരു ആനന്ദത്തിൻ്റെ അടയാളമാണ്. ആ ആനന്ദത്തിൻ്റെ അടയാളമുള്ള ആ വെളുത്ത പക്ഷി അന്തരീക്ഷത്തിൽ നിന്ന് പ്രത്യക്ഷപ്പെട്ടു. എന്നിട്ട് ഫബറ ബി ജനാഹി അലാ ബത്നി ആമിനത റളിയല്ലാഹു അൻഹ മുസ്രിയ, അതിൻ്റെ 2 ചിറകുകൾ അത് തലയോടുകയുണ്ടായി. ആമിന റളിയല്ലാഹു അൻഹയുടെ വയറ്റിൻ്റെ മേൽ ഇങ്ങനെ തലയോടി മുസ്രിയൻ, വളരെ സ്പീഡായിട്ടുണ്ട്, പെട്ടെന്ന്. അപ്പോൾ അന്തരീക്ഷത്തിൽ നിന്ന് ഒരു പക്ഷി പ്രത്യക്ഷപ്പെട്ടു. ആ പക്ഷി ആമിന റളിയല്ലാഹു അൻഹ നിൽക്കുന്ന ആ റൂമിൽ പക്ഷി വരികയും ആ പക്ഷിയുടെ 2 ചിറകുകളെ കൊണ്ട് മഹദിയായ ആമിന റളിയല്ലാഹു അൻഹയുടെ വയറ്റിൽ ഇങ്ങനെ തലോടുകയും ചെയ്തു. സ്പീഡിൽ അങ്ങ് തലോടിപ്പോയി. ആ സമയത്ത് ഫളറബഹൽ മഹാലു മഹദിയായ ആമിന റളിയല്ലാഹു അൻഹയ്ക്ക് പ്രസവ വേദന അനുഭവപ്പെടാൻ തുടങ്ങി. അങ്ങനെ ഒരു പക്ഷി വന്നു. ആ പക്ഷി ആമിന റളിയല്ലാഹു അൻഹയുടെ വയറ്റിൽ തലോടിയപ്പോൾ ആമിന റളിയല്ലാഹു അൻഹയ്ക്ക് പ്രസവ വേദന അനുഭവപ്പെട്ടു. ഈ പക്ഷി എന്ന് പറഞ്ഞാൽ മഹാന്മാർ രേഖപ്പെടുത്തി വെച്ചിരിക്കുന്നത് ഇത് മഹാനായ ജിബ്രീൽ അലൈഹിസ്സലാം പക്ഷിയുടെ രൂപത്തിൽ വന്നുകൊണ്ട് ആമിന ബീവിയുടെ അടുക്കൽ വന്നുകൊണ്ട് സമാശ്വസിപ്പിക്കാനും അതേപോലെ തന്നെ അവിടേക്ക് ഇറങ്ങി വരികയും ചെയ്തതാണെന്ന് മഹാന്മാർ രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ട്.
മഹാന്മാരായ മലക്കുകൾക്ക് എല്ലാ രൂപത്തിലും പ്രത്യക്ഷപ്പെടാൻ കഴിയുണ്ട്. മനുഷ്യന്മാരുടെ രൂപത്തിൽ വന്ന ചരിത്രങ്ങൾ ഖുർആനിൽ അടക്കം പറയുന്നുണ്ട്. അതുപോലെ തന്നെ പക്ഷിയുടെ രൂപത്തിൽ മഹദിയായ ആമിന റളിയല്ലാഹു അൻഹയുടെ അടുക്കൽ ജിബ്രീൽ അലൈഹിസ്സലാം വന്നു. ഇതൊക്കെ സാധ്യമാവുക എന്ന് പലരും സംശയം ഉന്നയിക്കാറുണ്ട്. എന്നാൽ ഇതൊക്കെ ഖുർആൻ കൊണ്ട് തന്നെ നമുക്ക് തെളിയിക്കാൻ കഴിയുന്നതാണ്. മഹദിയായ മറിയം റളിയല്ലാഹു അൻഹ അവിടെ ഈസാ നബി അലൈഹിസ്സലാമിനെ പ്രസവിക്കാൻ ഗർഭം ചുമന്ന സമയത്തുണ്ടായ സംഭവങ്ങൾ അവിടെ പല രീതിയിൽ മഹാന്മാരായ ആളുകൾ രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ട്. ഖുർആനിൽ തന്നെ പറയുന്നുണ്ട്, മറിയം റളിയല്ലാഹുവിന്റെ അടുക്കൽ മനുഷ്യരൂപത്തിൽ തന്നെ മലക്കുകൾ വരികയും അവരെ സന്തോഷ വാർത്ത അറിയിക്കുകയും ചെയ്തു എന്നൊക്കെ ഖുർആനിൽ തന്നെ പറയുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെ യാഥാർത്ഥ്യമാണ്, ഇതൊക്കെ സാധ്യമാണ് എന്നാണ് നമുക്ക് മനസ്സിലാക്കേണ്ടതും നാം വിശ്വസിക്കുകയും ചെയ്യേണ്ടത്. അങ്ങനെ മഹാനായ ജിബ്രീൽ അലൈഹിസ്സലാം പക്ഷിയുടെ രൂപത്തിൽ വന്നുകൊണ്ട് മഹദിയായ ആമിന റളിയല്ലാഹു അൻഹയുടെ വയറ്റിൽ തലോടിയപ്പോൾ മഹദിക്ക് പ്രസവ വേദന ലഭിക്കുകയുണ്ടായി. ലൈലത്തുൽ ഇസ്നൈനി സാനി അശറ മിൻ ഷഹ്രി റബീഉൽ അവ്വൽ 12 ആ രാത്രി തലയ്ക്ക് വന്ന് തലയോടിയപ്പോൾ പ്രസവ വേദന ലഭിച്ചു. വലദത്ത് സ്വബീഹതഹ, ആ പ്രഭാതത്തിൽ മഹദി പ്രസവിക്കുകയുണ്ടായി. നബിയ സഖലൈൻ, ജിന്നിൻ്റെയും ഇൻസിൻ്റെയും നബിയായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പ്രസവിക്കുകയുണ്ടായി. സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജന്മം എപ്പോഴാണ് നടന്നിട്ടുള്ളത് എന്നതിൽ പണ്ഡിതന്മാർക്ക് അഭിപ്രായ വ്യത്യാസങ്ങളുണ്ട്. ഇവിടെ വലദത്ത് സ്വബീഹതഹ, ആ പ്രഭാതത്തിൽ പ്രസവിച്ചു എന്നാണ് പറയുന്നത്. ഇതിൽ നിന്ന് മനസ്സിലാക്കുന്നത് പ്രഭാതം സൂര്യൻ ഉദിച്ചതിന് ശേഷമാണ് ആ പ്രസവം നടന്നിട്ടുള്ളത് എന്നാണ്. എന്നാൽ ഇന്ന് നമ്മുടെ നാടുകളിലൊക്കെ സുബ്ഹിയുടെ മുമ്പ് തന്നെ ആ ഒരു സമയത്തെ ബഹുമാനിച്ചുകൊണ്ട് മഹാന്മാരായ നമ്മുടെ മുൻഗാമികൾ ചെയ്തു വന്ന നല്ലൊരു പ്രവർത്തനം ഇന്നും നമ്മൾ തുടർന്ന് പോന്നുകൊണ്ടിരിക്കുന്നുണ്ട്. സുബ്ഹിയുടെ മുമ്പ് തന്നെ എഴുന്നേറ്റ് കുളിച്ച് വൃത്തിയായി നല്ല ഡ്രസ്സ് ധരിച്ച് ആ ഒരു സമയത്തെ അല്ലെങ്കിൽ ആ ഒരു പ്രഭാതത്തെ വരവേൽക്കാൻ വേണ്ടി സന്തോഷത്തോടെ നമ്മൾ മൗലിദ് പാരായണം നടത്തുന്നുണ്ട്. അപ്പോൾ ഈ പ്രസവിച്ചത് സുബ്ഹിക്ക് ശേഷമല്ലേ, പകലിലല്ലേ പ്രസവിച്ചത് എന്ന് പലരും സംശയം ഉന്നയിക്കാറുണ്ട്. എന്നാൽ അവിടെ നമ്മൾ ആ ഒരു സമയത്തെ ബഹുമാനിക്കുന്നത് നേരത്തെ ഇതിൽ പ്രതിപാദിച്ച പോലെ തന്നെ ആ രാത്രി പ്രസവവേദന ലഭിക്കുകയും അതിനെ തുടർന്ന് ആ പ്രസവവേദന ഇങ്ങനെ നീണ്ടുനിന്ന് അങ്ങനെ പ്രഭാതമായി ആ പ്രഭാതത്തിൽ ഹബീബിന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പ്രസവിക്കപ്പെടുകയും ചെയ്തു എന്നാണ് മഹാന്മാർ രേഖപ്പെടുത്തി വച്ചിരിക്കുന്നത്. അപ്പോൾ ആ ഒരു സമയം മുഴുവനും, ആ പ്രസവവുമായി ബന്ധപ്പെട്ട സമയം മുഴുവനും നമ്മൾ ആ ഒരു സമയത്തെ ബഹുമാനിക്കാനും ആ ഒരു സമയത്തെ ആദരിക്കാനും അതിൽ സന്തോഷം പ്രകടിപ്പിക്കാനും വേണ്ടിയിട്ടാണ് സുബ്ഹിയുടെ മുമ്പ് തന്നെ നമ്മൾ മൗലിദ് പാരായണം നടത്തുന്നത്. സാധാരണഗതിയിൽ നടന്നു വരാറുള്ളത് സുബ്ഹിയുടെ മുമ്പ് മൗലിദ് പാരായണം നടത്തി സുബ്ഹ് ബാങ്ക് കൊടുത്തതിന് ശേഷം ദുആ ചെയ്ത് ആ ഒരു ദുആ ചെയ്ത് അങ്ങനെ സുബ്ഹ് നിസ്കരിക്കുന്ന ഒരു രീതിയാണ് നമ്മുടെ നാടുകളിലൊക്കെ കണ്ടുവരുന്നത്. ഇൻഷാ അല്ലാഹ് ആ ഒരു സമയം നമ്മൾ വളരെ പവിത്രതയോടെ കാണേണ്ട സമയമാണ്. അതിനൊരു പ്രധാനപ്പെട്ട പവിത്രത ഹദീസിലും ഖുർആനിലൊന്നും വന്നിട്ടില്ലെങ്കിലും ഹബീബിന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോടുള്ള പ്രിയം, ആ ഇഷ്ടം നമ്മുടെ കൽബിൽ ഉണ്ടെങ്കിൽ ആ ഒരു സമയത്ത് നമ്മൾ ബഹുമാനിച്ചു പോകും. അത് യാതൊരു സംശയവുമില്ലാത്ത കാര്യമാണ്. ലോകത്തെ ഏറ്റവും വലിയ റഹ്മത്തായ ഹബീബിന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ആ റഹ്മത്ത് നമുക്ക് ലഭിച്ച ആ ഒരു സമയത്തെ നമ്മൾ ആദരിക്കുകയും ബഹുമാനിക്കുകയും ചെയ്യുന്നത് അത് ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോടുള്ള ആദരവാണ്. അള്ളാഹുവിൽ നിന്നുള്ള പ്രീതിയും തൃപ്തിയും ലഭിക്കാനുള്ള ഏറ്റവും വലിയ കാരണവുമാണ് ആ ഒരു സമയത്തെ ബഹുമാനിക്കുക എന്നുള്ളത്. മാത്രമല്ല, ലോകത്തെ പ്രപഞ്ചത്തിലെ സമയങ്ങളിൽ വെച്ച് ഏറ്റവും പ്രധാനപ്പെട്ട സമയമാണ് ആ ഒരു സമയം എന്നുള്ളത്. അള്ളാഹുവിൻ്റെ ഭാഗത്ത് നിന്നുള്ള റഹ്മത്ത്, ബറക്കത്ത് ലോകത്തേക്ക് ഇറങ്ങി വരുന്ന സമയമാണ്. ഏതൊരു രോഗിയാണെങ്കിൽ പോലും, കഠിനമായ വേദന അനുഭവിക്കുന്ന രോഗിയാണെങ്കിൽ പോലും ആ ഒരു സമയത്ത് ആ രോഗിക്ക് വേദനയ്ക്ക് ശമനമുണ്ടാകുമെന്ന് നമ്മുടെ അനുഭവത്തിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. നല്ല വയറുവേദന അല്ലെങ്കിൽ പല്ലുവേദന, തലവേദന ഇങ്ങനെയൊക്കെയുള്ള പ്രയാസങ്ങളെ കൊണ്ട് രാത്രി ബുദ്ധിമുട്ടാവുന്ന നമ്മൾ പലപ്പോഴും സുബ്ഹിയാവാൻ നേരത്ത് ഉറങ്ങിപ്പോവാറുണ്ട്. ആ ഒരു സമയം സമാധാനത്തിൻ്റെ സമയമാണ്. ലോകം മുഴുവനും സമാധാനം പ്രതീക്ഷിക്കുന്ന അല്ലെങ്കിൽ ലോകത്ത് മുഴുവനും സമാധാനം ഉണ്ടാവുന്ന ഒരു സമയമാണ് ആ സമയം. ആ സമയത്തിൻ്റെ പ്രത്യേകത, ആ സമയത്ത് ഹബീബുന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പ്രസവിക്കപ്പെട്ടു എന്നുള്ളതാണ്. ലോകത്തെ ജിന്നും ഇൻസുമല്ലാത്ത മറ്റെല്ലാ ജീവികളും ആ സമയത്ത് എഴുന്നേൽക്കുകയും അള്ളാഹുവിന് വേണ്ടി തസ്ബീഹ് ചൊല്ലുകയും
അള്ളാഹുവിന് വേണ്ടി ദിക്റിൽ മൊയിഞ്ഞു നിൽക്കുകയും ചെയ്യുമെന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ്, കിതാബുകളിലൂടെ മനസ്സിലാക്കാൻ കഴിയുന്നതാണ്. അപ്പോൾ ആ ഒരു സമയത്തെ ബഹുമാനിക്കാൻ വേണ്ടി, പ്രത്യേകിച്ച് റബീഉൽ അവ്വൽ 12 ആ ഒരു പ്രഭാതത്തെ ബഹുമാനിക്കാൻ വേണ്ടി നാം പ്രത്യേകം ശ്രദ്ധിക്കണം. ആ സമയത്ത് നല്ല സന്തോഷത്തോടെ നല്ല വസ്ത്രം ധരിച്ചുകൊണ്ട് കുളിച്ച് വൃത്തിയായി ആ ഒരു സമയത്തിന് എത്രമാത്രം ബഹുമാനവും ആദരവും നമുക്ക് നൽകാൻ സാധിക്കുമോ അത്രമാത്രം നാം നൽകി അതിനു വേണ്ടി തയ്യാറായി ആ ഒരു സമയത്തെ വരവേൽക്കാൻ വേണ്ടി നാം പ്രത്യേകം ശ്രദ്ധിക്കണമെന്ന് ഉണർത്തുകയാണ്. ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം ലോകത്തേക്ക് വന്ന ആ ഒരു സമയമാണ് ഏറ്റവും ലോകത്ത് കഴിഞ്ഞു പോയ സമയങ്ങളിൽ വെച്ച് ഏറ്റവും നല്ല സമയം. എന്നാൽ ആ സമയം നമ്മൾ ലൈലത്തുൽ ഖദറിൻ്റെ ആ ഒരു ദിവസവും ആ ഒരു ശ്രേഷ്ഠതയും അടങ്ങിയ സമയങ്ങൾ അത് വർഷം തോറും ആവർത്തിച്ച് വരാറുണ്ട്. ആവർത്തിച്ച് വരുന്ന ഒരു പ്രധാനപ്പെട്ട ദിവസമാണ് ലൈലത്തുൽ ഖദർ. എന്നാൽ ലോകത്ത് ഇതുവരെ കഴിഞ്ഞിട്ടില്ലാത്ത, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ജനിക്കുന്നതിന് മുമ്പോ അതിന് ശേഷമോ ഇതുവരെ കഴിഞ്ഞിട്ടില്ലാത്ത ഒരു ദിവസത്തിൻ്റെ പ്രത്യേകതയാണ് ഹബീബിന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ജനിച്ച ആ ഒരു ദിവസത്തിനുണ്ടായിരുന്നത്. ആ ഒരു പ്രത്യേകത പിന്നീട് ആവർത്തിക്കുകയില്ല. കാരണം ഒരാൾക്ക് മാത്രം നൽകപ്പെടുന്ന ഒരു സമ്മാനം, ആ സമ്മാനം പോലത്തെ സമ്മാനങ്ങൾ മറ്റുള്ളവർക്ക് നൽകപ്പെടുകയാണെങ്കിൽ ആ സമ്മാനത്തിൻ്റെ വില കുറയുകയാണല്ലോ ചെയ്യുക. നമ്മൾ വലിയ വലിയ വിലപിടിപ്പുള്ള കാറുകളൊക്കെ അത് കമ്പനി വളരെ പ്രധാനപ്പെട്ട ആളുകൾക്ക് മാത്രം നൽകുന്ന സമയത്ത് അതിൻ്റെ അത്രമാത്രം പ്രാധാന്യമുണ്ട് എന്നതിൻ്റെ മേൽ അറിയിക്കാൻ വേണ്ടിയിട്ടാണല്ലോ അങ്ങനെ ചെയ്യുന്നത്. അതേപോലെ ഹബീബുനാ സല്ലല്ലാഹു അലൈഹി വസല്ലം ലോകത്തിലേക്ക് കടന്നു വന്ന സമയത്ത് ആ പ്രധാനപ്പെട്ട ആ ഒരു സമയത്തെ അള്ളാഹു തിരഞ്ഞെടുത്തിരിക്കുന്നു. അതേപോലത്തെ ഒരു സമയം ഇനി വരികയുമില്ല, അതുവരെ കഴിഞ്ഞു പോയിട്ടുമില്ല. അത്രയും പ്രധാനപ്പെട്ട ആ സമയമായിരുന്നു ആ സമയം ആവർത്തിക്കുകയില്ല. എന്നാൽ ആ സമയത്തിന് പ്രാധാന്യമുണ്ട്. ആ സമയത്തെ നമ്മൾ ആദരിക്കുകയും ബഹുമാനിക്കുകയും ചെയ്യണം. അള്ളാഹു തൗഫീഖ് നൽകുമാറാവട്ടെ.